ഹായ് ഓൾ, ഏവർക്കും ഏണസ്റ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ അല്ലേ, അപ്പം ഷീറ്റ് മെറ്റൽ എന്ന എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓപ്പൺ ആണ് ഡേറ്റ്, ജാൻ 31 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഷീറ്റ് മെറ്റലിൻ്റെ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ നവംബറിലേക്കാണ് അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു മൊഡ്യൂൾ 5, അതായത് ഷീറ്റ് മെറ്റലിൻ്റെ മൊഡ്യൂൾ 5 വരുന്ന കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സോൾഡറിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സോൾഡർ നമ്മുടെ മൊഡ്യൂൾ 5 ഒരു കണ്ടന്റാണ് സോൾഡർ. അതുപോലെ തന്നെ സോഫ്റ്റ് സോൾഡറിങ് എന്താണ്, അതുപോലെ തന്നെ സോൾഡേർഡ് ജോയിൻറ്റ്. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആക്ച്വലി നമുക്ക് സോൾഡർ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അറിവ് എന്താണ്, അതായത് രണ്ട് മെറ്റൽ, രണ്ട് പാർട്സ് അല്ലെങ്കിൽ രണ്ട് ജോബിന് എന്തെങ്കിലും ആയിക്കോട്ടെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മീഡിയമാണിത് സോൾഡർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഡെഫിനേഷൻ പറയുന്നത് എന്താണ്, സോൾഡർ ഈസ് എ ബോണ്ടിങ് ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഇൻ സോൾഡറിങ് പ്രോസസ്സ്. അപ്പോൾ സോൾഡറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ബോണ്ടിങ് ഫില്ലർ മെറ്റലാണെന്ത് ഈ സോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോണ്ടിങ് ഫില്ലർ മെറ്റൽ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ സോൾഡറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്യുവർ മെറ്റൽസ് ആർ അലോയ്സ് അല്ലെ, പ്യുവർ മെറ്റൽസും ആവാം അല്ലെങ്കിൽ അലോയ്സും ആവാം. ഓക്കെ, പ്യുവർ മെറ്റൽസ് അല്ലെങ്കിൽ അലോയ്സ് ആവാം സോൾഡറായിട്ട് ഉപയോഗിക്കുന്നത്. സോൾഡേഴ്സ് ആർ അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് എന്താണ്, വയേഴ്സ്, സ്റ്റിക്സ്, ഇനോട്ട്, റോഡ്, ത്രെഡ്, ടേപ്പ്, ഫോംഡ് സെക്ഷൻസ്, പൗഡർ, പേസ്റ്റ്. അപ്പം പേസ്റ്റ്, പൗഡർ സെക്ഷൻ, ഫോംഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ടേപ്പ്, ത്രെഡ്, റോഡ്, ഇനോട്ട്, വയർ, സ്റ്റിക്ക്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പലവിധ രൂപങ്ങളിൽ നമുക്ക് എന്താണ് സോൾഡറുകൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സോൾഡർ ചെയ്യുന്നവരുടെയൊക്കെ കയ്യിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ, ഇങ്ങനെ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു വയർ രൂപത്തിലുള്ള സോൾഡർ സെറ്റ് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു അൺവൈൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സോൾഡറിങ് ചെയ്യുന്ന സ്ഥലത്തോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള, അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന പല രൂപത്തിൽ പല അവസ്ഥയിലുള്ള സോൾഡേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു സോൾഡറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു പ്രോസസ്സ് നോക്കിയാലും അവിടെ എന്താണ് പല കാറ്റഗറി ടൈപ്പിൽ വരുന്നുണ്ട് അല്ലേ. അത് ഏതൊരു പ്രോസസ്സ് നോക്കിയാലും നമുക്ക് അറിയാം എന്താണ് 2 or 3 ടൈപ്പ് പ്രോസസ്സുകൾ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ 2 കാറ്റഗറിയിൽ നമുക്ക് പറയാം, അതായത് 2 ടൈപ്പ് ഓഫ് സോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സോൾഡറും രണ്ടാമത്തെ ഹാർഡ് സോൾഡറുമാണ്. സോഫ്റ്റ് സോൾഡറും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹാർഡ് സോൾഡറും ഉണ്ട്. എന്താണ് സോഫ്റ്റ് സോൾഡർ? സോഫ്റ്റ് സോൾഡേഴ്സ് ആർ അലോയ്സ് ഓഫ് ടിൻ ആൻഡ് ലെഡ് അല്ലേ, ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് ആണ്. ഓക്കെ, സോൾഡറിൽ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് ആണ് സോഫ്റ്റ് സോൾഡേഴ്സ് ഇൻ വേരിയിങ് പ്രപ്പോർഷൻ. അപ്പോൾ പല പ്രപ്പോർഷൻസിലായിരിക്കും, ടിന്ന് ഒരു പെർസെൻറ്റേജ്, അതിനനുസരിച്ച് ലെഡ് ഒരു പെർസെൻറ്റേജ്, അങ്ങനെ പല പ്രപ്പോർഷനിലായിരിക്കും ഈ ഒരു സോഫ്റ്റ് സോൾഡറിലെ ടിൻ ആൻഡ് ലെഡ് എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് സോഫ്റ്റ് സോൾഡേഴ്സ് ബിക്കോസ് എന്തായിരിക്കും, സോഫ്റ്റ് സോൾഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ നെയിം ഇംപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ്സ് ആണിത് സോഫ്റ്റ് സോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സോൾഡറുകളെയാണ് സോഫ്റ്റ് സോൾഡർ നമ്മൾ പറയുന്നത്. ഇനി നമുക്കൊരു സോഫ്റ്റ് സോൾഡറിനെയും ഒരു ഹാർഡ് സോൾഡറിനെയും കൂടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്റ്റിങ്വിഷ് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതാണ് അതിനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ 450 ഡിഗ്രി സെൽഷ്യസിന് താഴെ മെൽറ്റാവുന്ന സോൾഡറുകളെ നമ്മൾ സോഫ്റ്റ് സോൾഡർ എന്നും 450 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചറിൽ മെൽറ്റാവുന്ന സോൾഡറുകളാണെങ്കിൽ അവയെ ഹാർഡ് സോൾഡർ എന്നും പറയും. ദാറ്റ് ഈസ് മെൽറ്റിംഗ് പോയിന്റ് ഹാർഡ് ആണെങ്കിൽ എത്ര ആയിരിക്കും, 450 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. അതുപോലെ സോഫ്റ്റ് സോൾഡർ ആണെങ്കിൽ 450 ഡിഗ്രിക്ക് താഴെയായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ദീസ് ആർ അലോയ്സ് ഓഫ് മെറ്റീരിയൽസ് ടിന്ന്, ലെഡ്, ആൻറ്റിമണി, കോപ്പർ, കാഡ്മിയം ആൻഡ് സിങ്ക്. ഓക്കെ, അപ്പം എന്താണ് ടിന്ന്, അതുപോലെ തന്നെ എന്താണ് ലെഡ്, അതുപോലെ തന്നെ ആൻറ്റിമണി, കോപ്പർ, കാഡ്മിയം, സിങ്ക്. ഓക്കെ, അപ്പം ടിന്ന്, ലെഡ്, ആൻറ്റിമണി, കോപ്പർ, കാഡ്മിയം, സിങ്ക് തുടങ്ങിയിട്ടുള്ള മെറ്റൽസ് അല്ലേ, ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ അലോയ്സ് ആണെന്ത് ഈ ഒരു സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആർ യൂസ് ഫോർ എന്താണ് സോൾഡറിങ് ഹെവി തിക്ക് മെറ്റൽസ്. അപ്പം ഈ ഒരു സോഫ്റ്റ് സോൾഡർ യൂസ് ചെയ്യുന്നത് കോപ്പർ, അതുപോലെ തന്നെ കാഡ്മിയം, ആൻറ്റിമണി ആൻഡ് എന്താണ് ലെഡ്, ടിന്ന്, സിങ്ക്. അപ്പോൾ ഇത്രയും അതിനകത്തിൽ വരുന്നുണ്ട് കോമ്പോസിഷൻ. ഇവയുടെയൊക്കെ അലോയ്സ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ആർ യൂസ് ഫോർ സോൾഡറിങ് ഹെവി തിക്ക് മെറ്റൽസ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ് സോൾഡർ. ഇനി ഹാർഡ് സോൾഡറിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലേ, ഇവിടുന്ന് ഡിഫറൻ്റ് ആയിട്ട് ഹാർഡ് സോൾഡറിലേക്ക് നോക്കുകയാണെങ്കിൽ ദീസ് ആർ അലോയ്സ് ഓഫ് കോപ്പർ. അപ്പോൾ അവിടെ കോപ്പർ,
ടിന്ന്, സിൽവർ, സിങ്ക്, കാഡ്മിയം ആൻഡ് ഫോസ്ഫറസ്. അപ്പം കോപ്പറും ടിന്നും സിൽവറും സിങ്കും കാഡ്മിയവും ഫോസ്ഫറസും ഇവിടെ വരുന്നുണ്ട് ഹാർഡ് സോൾഡർ നോക്കുമ്പോഴത്തേക്ക്. അവിടെ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? കോപ്പർ, ടിന്ന് അവിടെ സെയിം ആണ്, കോപ്പർ സെയിം ആണ്, കാഡ്മിയം അവിടെ ഉണ്ട്, സിങ്ക് അവിടെ ഉണ്ട്. എക്സ്ട്രാ വരുന്നത് സിൽവറും ഫോസ്ഫറസും ഉള്ളു അല്ലേ. അപ്പം നമ്മുടെ ഹാർഡ് സോൾഡറും സോഫ്റ്റ് സോൾഡറും നോക്കുവാണെങ്കിൽ കോമൺ എലമെന്റ്സ് ആണിത്, കോപ്പർ, ടിന്ന്, കാഡ്മിയം, ഫോസ്ഫറസ്. ഫോസ്ഫറസും അല്ല, കോപ്പർ, ടിന്ന്, സിങ്ക്, കാഡ്മിയം വരുന്നുണ്ട്. അപ്പോൾ ഹാർഡ് സോൾഡർ അതിനകത്തിൽ വരുന്ന യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെവി മെറ്റൽസിൻ്റെ സോൾഡറിങ് ആണ്. അപ്പോൾ ഹെവി മെറ്റൽസിനെ നമുക്ക് സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഹാർഡ് സോൾഡർ ആയിട്ടുള്ള കോപ്പർ, ടിൻ, സിൽവർ, സിങ്ക്, കാഡ്മിയം ആൻഡ് ഫോസ്ഫറസിൻ്റെ അലോയ്സ് നമുക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർഡ് സോൾഡർ. ഇനി നമ്മുടെ ഹാർഡ് സോൾഡറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 450 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ആയിരിക്കും ചെയ്യുന്നത് ഹാർഡ് സോൾഡേഴ്സ് മെൽറ്റ് ആവുന്നത്. സോഫ്റ്റ് ആണെങ്കിൽ ബിലോ 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി ഒരു കുക്കിംഗ് യൂട്ടൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള വെസൽസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വെസൽസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ സോൾഡർ ചുമ്മാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? സോൾഡറിനകത്തിൽ ടിൻ പ്ലസ് ലെഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ലെഡ് എന്താണ്? പോയിസൺ അല്ലേ, ലെഡ് പോയിസൺ ഉണ്ടാക്കുക. അപ്പോൾ ആ ലെഡ് പോയിസൺ ഉള്ള സ്ഥലങ്ങളിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? പ്യുവർ ടിൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ലെഡിൻ്റെ പോയിസണിങ് ഉണ്ടാവില്ല. ഫോർ കുക്കിംഗ് യൂട്ടൻസിൽ എന്താണെന്ന് ചോദിച്ചാൽ പ്യുവർ ടിൻ ഓൺലി ആണെന്ന് സോൾഡറായിട്ട് വരുന്നത്. ഇനി ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ഓഫ് സോൾഡേഴ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ പലതരത്തിലുള്ള സോൾഡേഴ്സും അവയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ, കോമൺ സോൾഡർ തന്നിട്ടുണ്ട്. കോമൺ സോൾഡറിനകത്തിലെ ടിന്നും ലെഡിൻ്റെയും പെർസെൻറ്റേജ് എന്താണ്? 50-50 ആണ് അല്ലേ. രണ്ടും ഈക്വൽ ആണ്. ടിൻ എത്ര ഉണ്ട് അത്രയും തന്നെ ലെഡും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ജനറലി നമ്മൾ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം കോമൺ സോൾഡറിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ജനറൽ ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷനിൽ കോമൺ സോൾഡർ ആണ്. 50 ടിന്ന് 50 ലെഡാണ് കോമ്പോസിഷൻ വരുന്നത്. അടുത്തത് ഫൈൻ സോൾഡർ ആണ്. ഫൈൻ സോൾഡർ ഫസ്റ്റ് ടൈപ്പ് 60-40 വരുന്നുണ്ട്, സെക്കൻഡ് ടൈപ്പ് 70-30 വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടെണ്ണവും നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈൻ സോൾഡറിൻ്റെ 60-40 വരുന്നത് ടിൻ ലെഡ് വരുന്നതും 70-30 വരുന്നതും ഓക്കെ, രണ്ടും യൂസ് ചെയ്യുന്നത് എന്താണ്? കോപ്പർ വാട്ടർ ടാങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കിലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ വാട്ടർ ടാങ്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നത്. ഫൈൻ സോൾഡറിൻ്റെ 60-40 വേർഷനും 70-30 വേർഷനും യൂസ് ചെയ്യുന്നത് കോപ്പർ വാട്ടർ ടാങ്കിലും അതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രിക്കൽ വർക്കിലുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വളരെ ക്വിക്കായിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് ഈ ഫൈൻ സോൾഡറിന്. അതുപോലെ തന്നെ ഹയർ സ്ട്രെങ്തും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കോഴ്സ് സോൾഡർ നോക്കുവാണെങ്കിൽ അത് നേരെ തിരിയും അല്ലേ. ഇപ്പം ടിന്ന് കൂടിക്കൂടി പോകുന്നതനുസരിച്ച് ഫൈൻ ആവും. ഓക്കെ, ടിന്ന് കൂടിക്കൂടി പോകുന്നതനുസരിച്ച് എന്തായി? ഫൈൻ ആയിരുന്നു അല്ലേ. അപ്പം ലെഡ് കൂടുമ്പോൾ എന്താവും? കോഴ്സ് സോൾഡർ ആയി. ഓക്കെ, അവിടെ കോഴ്സ് സോൾഡർ വരുമ്പോഴത്തേക്ക് ടിന്ന് കുറയുകയാണ് 40, ലെഡ് കൂടുകയാണ് 60. ഇത് യൂസ് ചെയ്യുന്നത് GI ഷീറ്റിനാണ്. അപ്പം ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകളുടെ വർക്കിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോഴ്സ് സോൾഡർ ഉപയോഗിക്കുന്നത്. അവിടെ ടിന്ന് 40, ലെഡ് 60 ആയിരിക്കും വരുന്നത്. എക്സ്ട്രാ ഫൈൻ സോൾഡർ വരുമ്പോഴേക്ക് ടിന്ന് 66% വരും അല്ലേ. ടിൻ 66%, 34% മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലെഡ് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് അതായത് എക്സ്ട്രാ ഫൈൻ സോൾഡർ ഓഫ് യൂസ് എന്താണ്? ബ്രാസ് സോൾഡറിങ്, കോപ്പർ ആൻഡ് ജ്വല്ലറി. അപ്പോൾ കോപ്പർ, ബ്രാസ്, ജ്വല്ലറി തുടങ്ങിയ കാര്യങ്ങൾ സോൾഡർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഫൈൻ സോൾഡർ ആയിട്ടുള്ള ടിൻ 66, ലെഡ് 34 യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി യൂട്ടറ്റിക് അലോയ് ആണ്. യൂട്ടറ്റിക് അലോയ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിഷനിൽ 63% ടിന്ന് വരും അല്ലേ. 63% ടിന്നും 37% ലെഡും വരും. ഓക്കെ, 63% ടിന്ന് വരുന്നുണ്ട്, 37% എന്താണ്? ലെഡാണ് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഫൈൻ സോൾഡറിന് സിമിലർ. അപ്പോൾ ഫൈൻ സോൾഡറിന് ആപ്ലിക്കേഷൻ എന്താണെന്ന് റീകളക്ട് ചെയ്ത് കോപ്പർ വാട്ടർ ടാങ്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കിനും ഉപയോഗിച്ചിരുന്ന ഫൈൻ സോൾഡർ ഉപയോഗിക്കുന്ന അതേ ആപ്ലിക്കേഷൻ നമുക്ക് യൂട്ടറ്റിക് അലോയ് വഴിയും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡറും അവയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പല ക്വസ്റ്റ്യനുകളിലായിട്ട് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ടേബിൾ ബൈഹാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെ ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടേബിൾ അതുപോലെ തന്നെ ഓർത്തെടുത്താൽ മതിയാവും. ഇനി അടുത്തത് സോഫ്റ്റ് സോൾഡറിങ്. ഓക്കെ, സോഫ്റ്റ് സോൾഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് സോൾഡറിങ്ങിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പയറിംഗ് ദ വർക്ക് പീസ് അല്ലേ. ഇപ്പം നമ്മൾ സോൾഡർ ചെയ്യേണ്ട ഈ ഒരു വർക്ക് പീസ് എടുത്തു അല്ലേ, ഒരു ലാബ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ വെച്ചു അല്ലേ, വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ മെൻഷൻ ചെയ്ത് കണ്ടില്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിലാണ് ഇതിന് സോൾഡർ ഫിൽ ആവുന്നത്. അപ്പം വർക്ക് പീസ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ, എഡ്ജസ് ഒക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സോൾഡർ അല്ലേ. സോഫ്റ്റ് സോൾഡറിങ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സോഫ്റ്റ് സോൾഡർ എന്ന് വെച്ചാൽ 450 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും താഴെ ആയിരിക്കുമോ?
താഴെയാണ് നമ്മുടെ ടെമ്പറേച്ചർ വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. സോൾഡറിങ് അയണ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് മീൻസ് അതിന് വേണ്ട ക്ലീനിങ്ങും ഇലക്ട്രിക്കൽ കണക്ഷനെല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, റിമൂവൽ ഓഫ് ഓക്സൈഡ്സ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് റിമൂവലാണ്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലക്സ് സെലക്ട് ചെയ്യുക. ഫ്ലക്സ് സെലക്ട് ചെയ്യുന്ന അക്കോർഡിംഗ് ടു എന്താണ്, മെറ്റൽസ് യൂസ്ഡ് ഫോർ സോൾഡർ ആണ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാൻ ഏത് മെറ്റലാണ് സോൾഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിനെ മാച്ച് ചെയ്യുന്ന ഫ്ലക്സ് അവൈലബിൾ ആണ്. സോ ആ ഫ്ലക്സ് സെലക്ട് ചെയ്യുക. ഹീറ്റ് ദ സോൾഡിങ് അയൺ ബിറ്റ് ആൻഡ് വർക്ക് പീസ് ടു കറക്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ അതിനുശേഷം സോൾഡിങ് അയൺ ബിറ്റിനെ ഹീറ്റ് ചെയ്യുക, കറക്റ്റ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുക, അയൺ ബിറ്റിനെ ഹീറ്റ് ചെയ്യുക. മാനിപ്പുലേറ്റിംഗ് ദ സോൾഡറിങ് അയൺ ഓൺ ദ വർക്ക് സ്കിൽഫുള്ളി. അപ്പം സ്കിൽഫുള്ളി അത് വളരെ എന്താ പറയുക, സ്കിൽഫുള്ളി ആയിട്ടുള്ള ജോബാണ് ഈ സോൾഡർ ചെയ്യുന്നത്. അല്ലെ വെൽഡിങ് പോലെ തന്നെ ഒരു ഹാൻഡ് മൂവ്മെൻ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്കിൽഫുൾ ആയിട്ടുള്ള ലെവലിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സോൾഡറിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, മൂവ് ചെയ്യിക്കുക. അതിനുശേഷം സാറ്റിസ്ഫാക്ടറി സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എന്താണോ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു സോൾഡർ ചെയ്ത് ജോയിനെ എത്തിക്കണം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു സോഫ്റ്റ് സോൾഡറിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഒന്ന് വർക്ക് പീസ് പ്രിപ്പയർ ചെയ്യുക, കറക്റ്റായിട്ടുള്ള സോഫ്റ്റ് സോൾഡർ സെലക്ട് ചെയ്യുക, സോൾഡറിങ് അയണിനെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇനി സ്യൂട്ടബിൾ ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സോൾഡറിങ് അയൺ ബിറ്റിനെ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം കറക്റ്റ് ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. സോൾഡറിങ് അയൺ മാനിപ്പുലേഷൻ സ്കിൽഫുള്ളി ചെയ്യേണ്ടതാണ്. ജോബിനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നമ്മൾ എത്തിക്കുക. ഫ്ലക്സിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സൈഡ്സ് ആണ്. ഓക്കെ, അത് മറക്കരുത്. റിമൂവൽ ഓഫ് ഓക്സൈഡ്സ് ഈസ് ഡൺ ബൈ എന്നാണ് അപ്ലൈങ് ഫ്ലക്സ് ഓൺ ദ മെറ്റൽസ്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഒരു സോൾഡറിങ് ബിറ്റ് കാണാം അല്ലേ. സോൾഡറിങ് ബിറ്റിൻ്റെ ടിപ്പിൽ അല്ലേ, ഈ സോൾഡറിങ് ബിറ്റിൻ്റെ ടിപ്പിൽ നമ്മൾ സോൾഡറിനെ ആദ്യം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കും ചെറുതായിട്ട്, എന്നാലേ സോൾഡർ സ്റ്റിക്ക് ആവുന്നുള്ളൂ, പ്രോപ്പറായിട്ട് മെൽറ്റിങ് നടക്കുകയുള്ളൂ. അപ്പം ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ടിന്നിങ്. ടിന്നിങ് എന്ന് പറഞ്ഞാൽ സോൾഡറിൻ്റെ ടിപ്പിൽ നമ്മുടെ സോൾഡറിങ് അയണിൻ്റെ ടിപ്പിൽ സോൾഡറിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് മോൾട്ടൺ സോൾഡറിനെ അപ്ലൈ ചെയ്യുന്നതിന് ടിന്നിങ് എന്ന് പറയുക. അപ്പോൾ ടിന്നിൻ്റെ ഫേസ് ആണത്. ദെൻ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന പോർഷനിലെ സോൾഡറിൻ്റെ അവസ്ഥ എന്താ, ലിക്വിഡ് ഫോമിലായിരിക്കും അല്ലേ. ഇവിടെ ഹൈ ഹീറ്റ് ആൻഡ് ലിക്വിഡ് ആയിരിക്കും. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് എത്തും അല്ലേ. സോൾഡർ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിലോട്ട് പോകും. ഈ ഒരു മുമ്പോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മാറിയാണ് ഈ ഒരു പോർഷൻ. ഇവിടെ ഡെഫിനറ്റ്ലി ചൂട് കുറവായിരിക്കും, അവിടെ സോളിഡ് ഫേസിലോട്ട് കിടക്കും. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്, ലിക്വിഡ് ഫ്ലക്സ്. അത് നമ്മൾ പറഞ്ഞു ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആ ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യുന്നു അല്ലേ, ഇല്ലാതാക്കും. അതുപോലെ ഈ ഒരു കാണിക്കുന്നത് ഇതാണ് ബേസ് മെറ്റൽസ്. ഓക്കെ, അതാണ് ബേസ് മെറ്റൽ. ഇതിൻ്റെ പുറത്ത് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോയിലിംഗ് ഫ്ലക്സ് ഇൻക്രീസസ് റിയാക്ഷൻ. അപ്പം ഈ ഫ്ലക്സ് ഇതിൻ്റെ അടുത്ത് ഉള്ള ഫ്ലക്സ് ടെമ്പറേച്ചറാണ് എന്ത് ചെയ്യും, ബോയിലാവും. ആ ബോയിലിംഗ് എന്തിന് കാരണമാവും, ആ ഒരു റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാവും. അതുപോലെ തന്നെ സർഫസ് വെറ്റഡ് ബൈ സോൾഡർ. നമുക്ക് ഈ ഒരു നിയർ പോർഷനെ കാണുമ്പോൾ മനസ്സിലാവും, അവിടെ സർഫസ് നല്ലപോലെ സോൾഡർ കൊണ്ട് വെറ്റായിരിക്കുകയാണ്. ഇനി സോൾഡർ സർഫസ് അലോയിഡ്, ഈ ഒരു പോർഷൻ വെച്ചാൽ സോൾഡർ സർഫസ് അലോയിഡ്. അതായത് ബേസ് മെറ്റലായിട്ട് ആ സോൾഡർ എന്ത് ചെയ്തു, ചേർന്ന് അവിടെ ഫോം ആയി തുടങ്ങിയ ആ ഒരു പോർഷനാണ് സോൾഡർ സർഫസ് അലോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് പഠിക്കാനില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്താണ്, ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ഫിഗറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറ്റും. ഇനി ഒരു സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. അപ്പം സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞതാണ് യൂട്ടറ്റിക് അലോയ് ഓഫ് ടിൻ പ്ലസ് ലെഡ് അല്ലേ. ടിൻ പ്ലസ് ലെഡ് സോൾഡറിൻ്റെ ഒരു യൂട്ടറ്റിക് അലോയ്. നമ്മൾ എന്താണ് പറഞ്ഞത്, ടിൻ പ്ലസ് ലെഡിൻ്റെ യൂട്ടറ്റിക് അലോയ് പറഞ്ഞത് 63% ടിന്നും അതുപോലെ തന്നെ 37% എന്താണ്, ലെഡും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതൊരു ഫൈൻ റേഞ്ചിലോട്ടാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പം 63% ടിന്നും 37% ലെഡും ഉള്ള ഒരു സോൾഡർ മിക്സ് ആണെന്ത്, യൂട്ടറ്റിക് അലോയ് എന്ന് പറയുന്നത്. 63-37 സോൾഡർ എന്ന് നമുക്കിതിനെ പറയാം. 63/37 സോൾഡർ എന്നും പറയാം. അപ്പോൾ ഈ ഒരു യൂട്ടറ്റിക് അലോയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 183 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. 183 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂട്ടറ്റിക് അലോയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഈസ് ദ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലോയ് സീരീസ്. അപ്പോൾ നമുക്കറിയാം അലോയ് ടൈപ്പ് പല സോൾഡർ നമ്മൾ കണ്ടല്ലേ, ടിൻ ലെഡിൻ്റെ പല കോമ്പോസിഷൻ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ് സീരീസിൽ കിടക്കുന്ന ആ ഒരു സോൾഡർ ആണെന്ത്, 63/37 സോൾഡർ. അപ്പോൾ 63/37 സോൾഡർ ആണെന്ത് ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ് സീരീസിലെ സോൾഡർ. ഇതിൻ്റെ പേര് യൂട്ടറ്റിക് അലോയ് എന്നാണ്, യൂട്ടറ്റിക് അലോയ്. പിന്നെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു, ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടു എന്തായിരുന്നു, ഫൈൻ സോൾഡറിൻ്റെ, അതായത് കോപ്പർ വാട്ടർ ടാങ്ക് പോലെ ഈ ഇലക്ട്രിക്കൽ വർക്കുമായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പഠിച്ചത്.
ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു യൂട്ടറ്റിക് ആയിട്ടുള്ള യൂട്ടറ്റിക് അലോയുടെ ആ ഒരു എന്താണ് മെൽറ്റിംഗ് പോയിന്റ് റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മെൽറ്റിംഗ് ക്യാര മനസ്സിലാവും. നോക്കിയാൽ മതി. ഇവിടെ 183യുടെ ലൈൻ, ഈ ലൈനാണ്, ഈ ലൈൻ പോകുന്ന പോയിന്റ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 37 ലെഡ്, 63 ടിന്ന്. ഓക്കെ, 63 ടിന്ന്, 37 ലെഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നേരെ നമ്മൾ മേപ്പോട്ട് പ്ലോട്ട് ചെയ്ത 183യിലാണ് എന്ത് ചെയ്യുന്നത്, മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ യൂട്ടറ്റിക് അലോയുടെ മെൽറ്റിംഗ് പോയിന്റ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ടെമ്പറേച്ചർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ടെമ്പറേച്ചർ വേണമെങ്കിൽ നമുക്ക് എന്താണ് അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ബട്ട് ഇപ്പോൾ എന്താണ്, ഒരു യൂട്ടറ്റിക് അലോയുടെ ടെമ്പറേച്ചറാണ് നമുക്ക് ആക്ച്വലി ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത സോൾഡറിങ് ടെക്നിക്സ് ആണ്. ഓക്കെ, സോൾഡറിങ് ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഡിസൈൻ വേണം അല്ലേ. പല തരത്തിലുള്ള ജോയിൻറ്റുകൾ വരും. ഓക്കെ, അപ്പോൾ ആ ജോയിൻറ്റ് ഡിസൈൻ പ്രോപ്പർ ആയിരിക്കണം. സെക്കൻഡ്, ജോയിൻറ്റ് പ്രിപ്പറേഷൻ, സോൾഡർ സെലക്ഷൻ, സോൾഡറിങ് അയണിൻ്റെ സെലക്ഷനും പ്രിപ്പറേഷനും, കോപ്പർ ബിറ്റ്. ഓക്കെ, ആ കോപ്പർ ബിറ്റിൻ്റെ ഹീറ്റിംഗ് പോലെ സോൾഡറിങ് ബിറ്റിൻ്റെ മാനിപ്പുലേഷനും, അതിനുശേഷം ഈ ഒരു സോൾഡറിങ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണെന്ത് സോൾഡറിങ് ടെക്നിക്കിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇനി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബിറ്റ്. ഓക്കെ, അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബിറ്റ് പറയുമ്പോഴത്തേക്ക് സോൾഡറിങ് ആൻഡ് ബിറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ പൊസിഷൻ ദാറ്റ് ഇനേബിൾ സഫിഷ്യൻറ്റ് ഹീറ്റ് ആൻഡ് സോൾഡർ ടു ഫ്ലോ ഇൻ ടു ദ ജോയിന്റ്. അപ്പം കൃത്യമായിട്ട് നമുക്ക് എന്തുണ്ടാവണം, സോൾഡർ ചെയ്യുന്ന സ്ഥലത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ ഈ ഒരു മെൽറ്റിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഹീറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പൊസിഷൻ, ഒരു സോൾഡറിങ് ബിറ്റിനെ നമ്മൾ കീപ്പ് ചെയ്താലേ സോൾഡറിൻ്റെ ഫ്ലോ പ്രോപ്പറായിട്ട് ജോയിൻറ്റിനുള്ളിലേക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ സോൾഡറിൻ്റെ ജോയിൻറ്റിനുള്ളിലേക്ക് പോയാലേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ആ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ആകത്തുള്ളൂ. ദ ആംഗിൾ ബിറ്റ്വീൻ എ വർക്കിംഗ് ഫേസ് ഓഫ് ദ ബിറ്റ്. അപ്പം ഈ ഒരു ബിറ്റിൻ്റെ ഇതാണ് ആ ബിറ്റെങ്കിൽ ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് ഫേസ് ആൻഡ് ഈ ഒരു പോർഷൻ ആയിരിക്കുമല്ലോ, ഈ ഒരു പോർഷൻ ആയിരിക്കും വർക്കിംഗ് ഫേസ്. ഇവിടെയാണ് നമ്മൾ മെൽറ്റ് ആവുന്നത്. ഓക്കെ, ആൻഡ് ദ ജോയിൻറ്റ് സർഫസ്, ഇതാണ് ജോയിൻറ്റിൻ്റെ ആ ഒരു സർഫസ്. ഓക്കെ, ഷുഡ് ബി ഫിൽഡ് വിത്ത് എ പോക്കറ്റ് ഓഫ് സോൾഡർ. അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഒരു സോൾഡറിൻ്റെ ഒരു പോക്കറ്റ്, അതായത് കുറച്ചേറെ വോളിയം ഓഫ് സോൾഡർ അവിടെ ഉണ്ടാവണം. ഓക്കെ, ഫില്ലായി നിൽക്കണം. എനി വേരിയേഷൻ ഓഫ് ദിസ് ആംഗിൾ, അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ എമൗണ്ട് ഓഫ് ഹീറ്റിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, ആൻഡ് ദ സോൾഡർ വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺ ടു ദ ലാപ്പിഡ് സർഫസ്. അപ്പം ഈ രണ്ട് സർഫസ് ലാപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനിടയിലായിട്ട് സോൾഡർ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ ഡെപ്പോസിറ്റിംഗ് രീതിയും എന്ത് ചെയ്യും, ഈ ആംഗിൾ വേരിയേഷൻ. അപ്പം നമ്മൾ സോൾഡർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യും, സോൾഡർ ഡെപ്പോസിഷനെയും എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് എമൗണ്ട് ഓഫ് ഹീറ്റിനെയും എഫക്റ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൃത്യമായിട്ടുള്ള പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക, പോക്കറ്റ് ഓഫ് സോൾഡർ അവിടെ എൻഷുർ ചെയ്യണം. എന്നാൽ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സോൾഡർ പോക്കറ്റ് കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ ഈ കാണുന്ന ആ ഒരു പോർഷൻ നിങ്ങൾക്ക് സോൾഡർ പോക്കറ്റ് കാണാൻ പറ്റും, അതിൻ്റെ ഈ ഒരു പോർഷൻ. ദെൻ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയുടെ ഡിഫറൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ലോ ആംഗിളിൽ സോൾഡർ ഡയറക്റ്റ് വെക്കുന്നതാണ് ഈ താഴെ കാണുന്നത്. ഈ കാണുന്നതാണ് ഹൈ ആംഗിൾ ആണല്ലേ, ഈ ഒരു പോർഷൻ വരുന്നത്. ഈ കാണുന്നത് ലോ ആംഗിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹൈ ആംഗിൾ വരുമ്പോഴത്തേക്ക് ആ ഒരു പോക്കറ്റ് ഏരിയ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഹൈ ആയിട്ട് മാറും. ഓക്കെ, ഇനി ജോയിൻറ്റിൻ്റെ ഓപ്പണിംഗ്, തന്നെ ഈ ഒരു ജോയിൻറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ സോൾഡർ കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോയിൻറ്റ് ഓപ്പണിംഗ് പോർഷൻ ഈസ് കവേർഡ് വിത്ത് സോൾഡർ. അപ്പം ഈ ഒരു ഓപ്പണിംഗ് കൂടെ ഈ ഒരു സോൾഡർ എന്ത് ചെയ്തില്ല, പുറത്തോട്ട് ഇറങ്ങി പോവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോൾഡർ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ തന്നെ തിരിച്ച് കയറിപ്പോവും. ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ സോൾഡർ പുറത്തോട്ട് എക്സിറ്റ് ആയി പോകും. അപ്പം ആ സോൾഡർ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെ ആയിരിക്കണം, ഈ ഇൻസൈഡ് കീപ്പ് ചെയ്യണം. പ്ലസ് ഈ ഒരു ജോയിൻറ്റ് ഓപ്പണിംഗ് കവർ ചെയ്ത് സോൾഡറിങ് ആയി നമ്മൾ ഹോൾഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു റൈറ്റ് ആയിട്ടുള്ള സോൾഡറിങ് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഇതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബിറ്റ്, അതായത് എങ്ങനെ ബിറ്റ് ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, കോണ്ടാക്ട് ഏരിയ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ കൂട്ടുക. ഓക്കെ, കോണ്ടാക്ട് ഏരിയ കൂട്ടിക്കൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പോക്കറ്റ് ഫോം ചെയ്ത് ആ ഒരു ഗ്യാപ്പിൽ കൃത്യമായിട്ട് വെക്കുക. പക്ഷേ അതിനകത്തിൽ പോക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള ആംഗിൾ എപ്പോഴും കൃത്യമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് അവിടെ ലാബ്ഡ് സർഫസിനുള്ളിലോട്ട് ഈ ഒരു സോൾഡർ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് എക്സിറ്റ് ആയി പോകുന്ന ചാൻസ് ഉണ്ട്. ദ കോൺടാക്ട് ബിറ്റ്വീൻ മോൾഡൻ സോൾഡർ ആൻഡ് ദ ജോയിൻറ്റ് ഓപ്പണിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പെനട്രേഷൻ ഓഫ് സോൾഡർ ഇൻ ദ ജോയിൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണെന്ത്, ഈ ഒരു കോൺടാക്റ്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പെനട്രേഷൻ കൃത്യമായിട്ട് സോൾഡർ അകത്തോട്ട് ചെയ്യത്തില്ല. സക്സസ്ഫുൾ യൂസ് ഓഫ് സോൾഡറിങ് ആൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബിറ്റ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ബിറ്റ് ഓൺ ദ വർക്ക് പീസ്. അപ്പോൾ എന്താണത്, അതായത് കൃത്യമായിട്ടുള്ള ഈ ഒരു ബിറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ മൂവ്മെൻറ്റും കൃത്യമായിട്ട് ആ ഒരു കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു സോൾഡറിങ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത മൂവ്മെൻറ്റ് ഓഫ് ദ ബിറ്റ് ആണ്. ദ ബിറ്റ് മൂവ്മെൻറ്റ് അലോങ് ദ ലൈൻ ഓഫ് സീം അല്ലേ. അപ്പം അലോങ് ദ ലൈൻ ഓഫ് സീം എന്ന് പറഞ്ഞാൽ ആ ഒരു ജോയിൻ ആവുന്ന ആ ഒരു പോർഷനിലൂടെയുള്ള മൂവ്മെൻറ്റ്
കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്മൂത്ത് ഫ്ലോ ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. ഓക്കെ, സോൾഡർ ഒരു സ്മൂത്ത് വേയിലായിരിക്കണം ഫ്ലോ ചെയ്യേണ്ടത്. When sweating wide overlaps, okay, when sweating wide overlap in addition to the progressive movement along the seam. അപ്പം ആ ഒരു സ്വെറ്റിംഗ് വൈഡ് ഓവർലാപ്പ്, ആ ഒരു വൈഡ് ഓവർലാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾഡർ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രസീവ് മൂവ്മെൻറ്റിൻ്റെ കൂടെ തന്നെ, അതായത് മുമ്പോട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു സിക്സാഗ് മോഷൻ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ കൂടെ എൻഷുർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വൈഡ് ആയിട്ടുള്ള ഓവർലാപ്പുകൾ അല്ലേ, വൈഡ് ആയിട്ടുള്ള ഓവർലാപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രെയിറ്റ് പോയാൽ ആ ഒരു ഏരിയ ഫുള്ള് കവർ ആകത്തില്ല. കാരണം എന്താ, ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും ആ വൈഡ് ഓവർലാപ്പിന്. അപ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രസീവ് മൂവ്മെൻറ്റ് കൂടെ എന്ത് ചെയ്യണം, ഒരു സിക്സാഗ് മോഷൻ, ദാറ്റ് ഈസ് ടു ആൻഡ് ഫ്രോ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ, അതും കൂടെ കൃത്യമായിട്ട് വേണം. ദ പാറ്റേൺ ഓഫ് ദ ബിറ്റ് മൂവ്മെൻറ്റ് എൻഷുർ സക്സസ്ഫുൾ ഹീറ്റിംഗ് അല്ലേ. ബിറ്റ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, ഒരു സക്സസ്ഫുൾ ഹീറ്റിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, വെൻ ദ പോയിന്റ് ഓഫ് ബിറ്റ് കവറിംഗ് ദ ജോയിൻറ്റ് ഓപ്പണിംഗ് പെൻട്രേറ്റ്സ് ടു ദ ലാപ്പ്. അതൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് പറയുന്നത്. അവിടെ ഇത് കൃത്യമായിട്ട് ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പാറ്റേണിൽ മൂവ്മെൻറ്റ് ഉണ്ടാകണം ബിറ്റിന്. സെക്കൻഡറി എന്താണ്, ആ ജോയിൻറ്റിൻ്റെ ഓപ്പണിംഗ് കവർ ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു പെനട്രേഷൻ, ആ ഒരു ലാപ്പ് ഏരിയ, അതായത് ജോയിൻറ്റിൻ്റെ ലാപ്പ് ചെയ്ത പോർഷനുള്ളിലേക്ക് തന്നെ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിക്കോളും. ഇനി ഫ്ലെക്സ് റെസിഡ്യൂസ് ആൻഡ് സ്റ്റെയിൻ ഷുഡ് ബി റിമൂവ് ഫ്രം ദ സ്റ്റീം. അപ്പോൾ സ്റ്റീമിൽ നിന്ന് വെൽഡിങ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്ലീനിങ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഫ്ലെക്സിൻ്റെ റെസിഡ്യൂ ഉണ്ട്, നമ്മൾ ഉപയോഗിച്ച ഫ്ലെക്സ്, അതിൻ്റെ ബാലൻസ് വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ റിമൂവ് ചെയ്യുക. സ്റ്റെയിനുകൾ ഈ സോൾഡിങ് സമയത്ത് ഡിസ്കളറേഷൻ ഒക്കെ സംഭവിക്കും, മറ്റേ പല കറ പോലൊക്കെ വരും അല്ലെ, സ്റ്റെയിനുകളൊക്കെ, അതൊക്കെ റിമൂവ് ചെയ്ത് പെയിൻറ്റ് ഫിനിഷുകൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഡ്രൈ ആയിട്ട് സർഫസ് ആക്കണം. അപ്പം ഇതിനൊക്കെ ക്ലീൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഡ്രൈ സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുക ഫോർ ഫർദർ എന്താണ് കോട്ടിങ് കൊടുക്കാനായിട്ട്. ഈ ഫിഗർ നിങ്ങൾക്ക് ഒരു കാണാൻ പറ്റും, ഒരു സീം ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആ ഒരു ഓപ്പണിങ്ങിലാണ് നമ്മൾ സോൾഡറിങ് അയൺ വഴി സോൾഡറിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയ സീമാണ് കുഴപ്പമില്ല, അതേസമയം വൈഡ് സീമാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ടു ആൻഡ് ഫ്രോ മോഷനൊക്കെ വേണ്ടി വരും. ഇനി ഇൻസ്പെക്ഷൻ ഓഫ് ദ സീം അല്ലേ. അപ്പോൾ ഒരു സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ സീം നമ്മൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ദ സോൾഡർ ഹാസ് പെനട്രേറ്റഡ് ലാപ്പ് സർഫസ് അല്ലേ. അപ്പോൾ ആ ഒരു ലാപ്പ് ചെയ്ത സർഫസ്, ഈ ഒരു സർഫസിന് ഈ ഒരു സർഫസ് ഉണ്ടാണ്, ഇതിനിടയ്ക്ക് ഇവിടെ ജോയിൻ്റ് ഉണ്ടെങ്കിൽ സോൾഡർ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം, പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കണം അല്ലേ. ദ ജോയിൻറ്റ് ഗ്യാപ്പ് ഈ സീൽഡ് വിത്ത് എ നീറ്റ് സ്മൂത്ത് ഫില്ലറ്റ് ഓഫ് സോൾഡർ. അപ്പോൾ ഈ ജോയിൻറ്റ് ഗ്യാപ്പ് ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഫില്ലറ്റ് കൊടുക്കും. ഫില്ലറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ട്രയാങ്കുലർ ക്രോസ് സെക്ഷനുള്ള വെൽഡാണ് ഫില്ലറ്റ് അല്ലേ, ട്രയാങ്കുലർ ക്രോസ് സെക്ഷനുള്ള വെൽഡ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലാപ്പ് പോർഷനിൽ എന്ത് ചെയ്യണം, ജോയിൻറ്റിൻ്റെ ഗ്യാപ്പ് സീൽ ചെയ്യാനായിട്ട് ഒരു നീറ്റ് സ്മൂത്ത് ഫില്ലറ്റ്, സോൾഡർ കൊണ്ട് തന്നെ ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷനുള്ളൊരു ഫില്ലറ്റ് കൊടുത്ത് ലോക്ക് ചെയ്യണം. ദ അപ്പർ സർഫസസ് ഓഫ് ദ സീം മസ്റ്റ് ബി സ്മൂത്ത് അല്ലേ. ഈ സീമിൻ്റെ അപ്പർ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം. അവിടെ തിൻ കോട്ടിങ് ഓഫ് സോൾഡർ, ഓക്കെ, വിത്ത് ടൈഡി സോൾഡർ മാർജിൻ വിത്ത് യൂണിഫോം വിത്ത്. അപ്പം ഈ സീമിൻ്റെ അപ്പർ സർഫസുകൾ സ്മൂത്ത് ആയിരിക്കണം, അവിടെ ചെറിയൊരു മാർജിൻ കൊടുക്കണം, യൂണിഫോം വിത്തുള്ള ചെറിയൊരു മാർജിൻ സോൾഡർ കൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം സോൾഡർ സീമിൻ്റെ വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു പെനട്രേറ്റഡ് ലാപ്പ് സർഫസ് വേണം, അതുപോലെ തന്നെ ഗ്യാപ്പിലൊരു ഫില്ലറ്റ് ഒരു ലോക്കിങ് കൊടുക്കണം, അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുള്ള കോട്ടിങ്ങും അതുപോലെ തന്നെ യൂണിഫോം വിത്തുള്ളൊരു മാർജിനും കൊടുക്കണം. ഇനി വിഷ്വൽ ഇൻസ്പെക്ഷൻ ഈസ് ഗുഡ് ടു റെക്ടിഫൈ ദ ഫോൾട്ട് ഓഫ് സോൾഡർ. അപ്പോൾ സോൾഡറിൻ്റെ ഒരു ഫോൾട്ടുകൾ, നമ്മൾ സോൾഡർ ചെയ്തൊരു ജോയിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഉണ്ട് അല്ലേ, വിഷ്വൽ ഇൻസ്പെക്ഷൻ ചെയ്ത് കണ്ടെത്താനായിട്ട് പറ്റും, അത് നല്ലതാണ്. ഫിസിക്കൽ ടെസ്റ്റിംഗ് ഫോർ എയർ ആൻഡ് വാട്ടർ ടൈറ്റ്നസ് സീം ഈ സ്പെസിഫൈഡ് ഓഫർ. അപ്പോൾ മിക്കപ്പോഴും ഫിസിക്കൽ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ സ്ട്രെങ്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എയർ അല്ലെങ്കിൽ വാട്ടർ ടൈറ്റ് സീം ആ ഒരു ഫിസിക്കൽ ടെസ്റ്റിങ്ങിന് വേണ്ടി അതായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, എയറും വാട്ടർ ടൈറ്റും ആണെന്നുള്ളത് നോക്കും. ഇനി ലീക്സ്, ഓക്കെ, ലീക്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീക്ലീനിങ് ചെയ്യാം, റീഫ്ലക്സിങ് ചെയ്യാം, അതിനുശേഷം റീസോൾഡർ ചെയ്യാം. ഓക്കെ, അതായത് എവിടെയാണോ ആ ഫോൾട്ടി ഏരിയ ഉള്ളത്, ഫോൾട്ടി പോർഷൻ ഉള്ളത്, അവിടെ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത ശേഷം ഫ്ലെക്സ് വീണ്ടും കൊടുത്തിട്ട് റീസോൾഡർ ചെയ്യുക ആ ഒരു പോർഷൻ മാത്രം. അപ്പോൾ നമുക്ക് ആ സോൾഡേഡ് സീമിൻ്റെ ഫോൾട്ടി ഏരിയ റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലീക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ വിഷ്വൽ ഇൻസ്പെക്ഷനാണ് ഈ ഒരു ഫോൾട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ടെസ്റ്റിംഗ് ഫോർ എന്നാണ് എയർ ഓർ വാട്ടർ ടൈറ്റ് സീം. ഓക്കെ, എയർ ഓർ വാട്ടർ ടൈറ്റ് ആയിട്ടിരിക്കേണ്ട സീമുകളാണെങ്കിൽ അവിടെ ഫിസിക്കൽ ടെസ്റ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത സോൾഡേഡ് ജോയിൻ ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് സോൾഡേഡ് ജോയിൻ നോക്കുകയാണെങ്കിൽ ഷീറ്റ് മെറ്റൽ കോമ്പണൻസ് ആർ ജോയിൻ ടുഗദർ ബൈ എന്നാണ് സോൾഡേഡ് ജോയിൻസ്. അപ്പോൾ ഷീറ്റ് മെറ്റൽ കോമ്പണൻറ്റ്, അപ്പോൾ ഏറ്റവും കൂടുതൽ സോൾഡേഡ് ജോയിൻറ്റ് വരുന്ന ഇവിടെയാണ്, ഷീറ്റ് മെറ്റൽ കോമ്പണൻസിലാണ് സോൾഡേഡ് ജോയിൻറ്റ് ജോയിൻ ചെയ്യുന്നത്. മെനി കേസസ് ദ എഡ്ജസ് ആർ ജോയിൻ ബൈ ഷീറ്റ് മെറ്റൽ മെക്കാനിക്കൽ ജോയിൻസ് ആൻഡ് സോൾഡേഡ് മേക്ക് ടു ലീക്ക് പ്രൂഫ്. അപ്പം മിക്ക കേസിലും നോർമലി എന്ത് ചെയ്യുന്നു, ഷീറ്റ് മെറ്റലിനെ നമ്മൾ സീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ആ ജോയിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യണം, അതിനെ നമ്മളൊന്ന് ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട്
അഡീഷണലി നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം കൊടുക്കുന്ന സോൾഡറിങ് എന്ത് ചെയ്യും, അതിനെ സ്ട്രോങ്ങർ ആക്കും, അതുപോലെ തന്നെ ലീക്ക് പ്രൂഫ് ആക്കി പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം ഷീറ്റ് മെറ്റൽ കൂടുതലും കമ്പോണൻസ് ജോയിൻ ചെയ്യുന്നത് സോൾഡറിങ് വഴിയാണ്. ആ സോൾഡർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ ജോയിൻ്റ് ആദ്യം ഫോം ചെയ്യും, ദെൻ അതിനെ സോൾഡർ ചെയ്ത് നമ്മൾ ലീക്ക് പ്രൂഫ് ആക്കി സ്ട്രോങ് ആക്കി വെക്കും. അപ്പം ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡർ ജോയിൻറ്റിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ നോക്കി. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ലാബ് ജോയിൻറ്റ് കാണാൻ പറ്റും അല്ലേ, ലാബ് ജോയിൻറ്റ് കാണാൻ പറ്റും. ഇതൊരു ലാബ് ജോയിൻ്റ് ആണ്. ഇത് അനദർ ടൈപ്പ് ഓഫ് ലാബ് ജോയിൻ്റ് ആണ്. ജോഗിൾഡ് ലാബ് അല്ലെ സങ്കൻ ലാബ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു പോർഷൻ ആയിരിക്കും ജോയിൻ ആണ്. ഇത് അബട്ടിംഗ് ലാബ് എന്ന് പറയും. ഇത് കോർണർ ലാബ്. ഓക്കെ, ഇത് സ്കാർഫ്, അതുപോലെ ഇത് ടി. അപ്പോൾ ഇത് സോൾഡേർഡ് ലാബ്ഡ് സീമാണ്. അപ്പോൾ ലാബ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സീമാണ്. അടുത്തത് സോൾഡേർഡ് ആയിട്ടുള്ള ഫോൾഡഡ് സീംസ് ആണ് അല്ലേ, ഫോൾഡഡ് സീംസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോൾഡഡ് സീംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഫോൾഡഡ് സീമിലൂടെ കാണാൻ പറ്റും. ഇത് ഗ്രൂവ്ഡ് ഓർ ലോക്ക് സീം എന്ന് പറയും അല്ലേ, ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ലോക്ക് ഉണ്ടാക്കിയിട്ട് സീം ചെയ്യുന്നത്, അതാണ് ഗ്രൂവ്ഡ് ഓർ ലോക്ക് സീം എന്ന് പറയും. ഇത് പെയിൻ ഡൗൺ ജോയിൻറ്റ്സ് ആണ്. പെയിൻ ഡൗൺ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് വരും. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ ഈ ഒരു ലെഗിനെ താപ്പോട്ട് എടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ വരാം. ഇത് രണ്ടും പെയിൻ ഡൗൺ ജോയിൻറ്റ്സ് പറയും. ഇത് കോർണർ. ഓക്കെ, ദെൻ നോക്ക്ഡ് അപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഈ ബോട്ടിലുകളുടെയൊക്കെ ബേസിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്യാനുകളുടെയൊക്കെ ബേസിൽ നിങ്ങൾക്ക് ഈ നോക്ക്ഡ് അപ്പ് ജോയിൻ്റ് ഒക്കെ ഷീറ്റ് മെറ്റൽ കാറ്റഗറിയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് സോൾഡേർഡ് ഫോൾഡഡ് സീംസ് ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡേർഡ് ജോയിൻറ്റ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് ഫിഗറിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇത് നോക്കാനുള്ള നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റൗണ്ട് ഷേപ്ഡ് പാർട്ട് സോൾഡേർഡ്. ഓക്കെ, അതിൻ്റെ സ്ലീവ് ആണ്. ഇവിടെ സോൾഡർ വരും അല്ലേ, ഇത് സ്ലീവ് ടൈപ്പാണ്. ഇത് വരുന്ന എന്താണ്, ക്യാപ് ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ സോൾഡേർഡ് ജോയിൻ്റെ ഫിഗറുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ജോയിൻ ഡിസൈൻ ആണ്. അപ്പോൾ കറക്റ്റ് ജോയിൻ ഡിസൈനിൽ എന്താ പറയുന്നത്, ഷീറ്റ് മെറ്റൽ ജോയിൻസ് വിത്ത് ഓവർലാപ്പിംഗ് സർഫസസ് ആർ ഐഡിയൽ ഫോർ ജോയിനിങ് ഓർ സീലിംഗ് വിത്ത് സോൾഡർ. അപ്പം ഓവർലാപ്പിംഗ് സർഫസ് ഉള്ള ഷീറ്റ് മെറ്റലാണെന്ത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്, അതായത് സോൾഡർ ചെയ്യാനും അതുപോലെ ജോയിൻ ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ, ക്ലോസ് ഫിറ്റിംഗ് ഓഫ് ലാബ് സർഫസ് ആർ എസെൻഷ്യൽ. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കണം ഈ ലാബ് എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലോസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ സോൾഡറിൻ്റെ മൂവ്മെൻറ്റ് അവിടെ എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്തരത്തിൽ കാപ്പിലറി ആക്ഷൻ വഴിയാണ് ഈ സോൾഡർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്ലോസ് ആയിട്ട് തന്നെ ലാപ്പ് ചെയ്ത് വെക്കണം. ക്ലോസ് ഫിറ്റിംഗ് ഓഫ് ലാബ്ഡ് ജോയിൻറ്റ് ഈസ് എസെൻഷ്യൽ ആണ്. ഓക്കെ, ജോയിൻറ്റ് ഡിസൈൻ സ്യൂട്ടബിൾ ഫോർ സിൽവർ ബ്രേസിംഗ് ഓർ സോൾഡറിങ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് അസംബ്ലി ആൻഡ് ഇറ്റ്സ് ഇൻറ്റൻഡ് യൂസ്. അപ്പം സിൽവർ ബ്രേസിംഗ് അല്ലെങ്കിൽ സോൾഡറിങ്ങിനൊക്കെ വരുന്ന ആ ഒരു ജോയിൻറ്റ് ഡിസൈൻ ഉണ്ടല്ലോ, ആ ജോയിൻറ്റ് ഡിസൈൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ഏത് ടൈപ്പ് അസംബ്ലി ആണ് എന്നുള്ളതും, രണ്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും. സോ സോൾഡറിങ് ആൻഡ് സിൽവർ ബ്രേസിംഗ് ആർ മെയിൻലി ഡിപ്പെൻഡൻ്റ് ഓൺ എന്താണ്, ഏത് ജോയിൻറ്റ് ഡിസൈൻ എടുക്കണം എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിന് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്ത് ടൈപ്പ് അസംബ്ലിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോൾഡർ ചെയ്യുന്ന ജോയിൻസിന് ഇനി മാക്സിമം സ്ട്രെങ്ത് ആണ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫില്ലർ അലോയ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. രണ്ട്, കോമ്പണൻറ്റ് മെറ്റൽ എന്ന് പറയുന്നത് ആ ഒരു സ്ട്രെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ സെലക്ട് ചെയ്യുക. ഇനി ജോയിൻറ്റ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം അല്ലേ. ഒരുപാട് വൈഡർ ക്ലിയറൻസ് ഒന്നും വെക്കാൻ പാടില്ല, വളരെ മിനിമം ക്ലിയറൻസ് കീപ്പ് ചെയ്യുക. ഇനി ക്ലോസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സർഫസ് കൊടുക്കുവാണെങ്കിൽ അതിനെന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ കാപ്പിലറി ഫ്ലോ ഷുഡ് അവിടെ ഇൻക്രീസ് ആവും. ആ ഒരു കാപ്പിലറി ഫ്ലോ ഇൻക്രീസ് ആവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ക്ലോസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം ലാബ് കൊടുക്കേണ്ടത്. അതുപോലെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ എന്തായിരിക്കണം, 0.05 0.05നും 0.13ക്കും 13 mm ഇടയിലായിരിക്കണം. ഓക്കെ, ദ സോൾഡർ മസ്റ്റ് കോൺടാക്ട് ലാബ്ഡ് സർഫസ് സഫിഷ്യൻ്റ്. അപ്പോൾ സോൾഡർ ഈ ഒരു ലാബ്ഡ് സർഫസ് എത്രയാണ് ലാബ്ഡ് ഏരിയ എങ്കിൽ സോൾഡർ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം, നന്നായിട്ട് എല്ലാ സ്ഥലവും കോൺടാക്ട് ആവണം. ലാബ് വിത്ത് ഈസ് കോമൺലി മെയ്ഡ് 2 to 10 times കോമൺ മെറ്റൽ തിക്നെസ്. അപ്പം രണ്ട് മെറ്റൽ പ്ലേറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ആ ലാബ് തിക്നെസ് നമുക്ക് എത്ര ഒരു വിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റലിൻ്റെ തിക്നെസ് 2 to 10 times മെറ്റൽ തിക്നെസ് അല്ലേ. ഇപ്പോൾ ഒരു 10 mm പ്ലേറ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ 2 times. ഓക്കെ, അപ്പോൾ 20. അല്ലെന്നുണ്ടെങ്കിൽ 10 times ആണെങ്കിൽ എന്താണ് 10 into 10. ഓക്കെ, അപ്പോൾ അതാണത് അതിൻ്റെ ആ ഒരു വിഡ്ത്ത് കൊടുക്കേണ്ടത്. അതായത് 2 to 10 times മെറ്റൽ തിക്നെസ് ഉള്ളത് പഠിച്ചിരുന്നാൽ മതി. ഓക്കെ,
ഇനി അൺഈക്വൽ തിക്നെസ് ആണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു 2 പ്ലേറ്റും 10 mm അല്ല, ഒന്ന് 10 ഒന്ന് 8 ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ 8 mm ആയിരിക്കണം ഈ ഒരു 2 to 10 ടൈംസ് എടുക്കേണ്ടത്. അതായത് ബേസ്ഡ് ഓൺ തിന്നർ മെറ്റൽ ആയിരിക്കും അന്നേരം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്ത്? ലാപ്പ് വിഡ്ത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നല്ലൊരു സ്ട്രെങ്തുള്ള ജോയിൻറ്റ് വരുന്ന ഡെഫിനറ്റ്ലി ആ സോൾഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? വർക്ക് പീസ് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യണം അല്ലെ, ഫേമായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ദ മൂവ്മെൻറ്റ്. അപ്പോൾ സോൾഡർ ആപ്ലിക്കേഷൻ സമയത്ത് അതിനെ കൺട്രോൾ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല അല്ലേ. വർക്ക് പീസ് അവിടെ അലൈൻഡ് ആയിട്ട് കോമ്പണൻസ് അസംബ്ലി സ്റ്റേബിൾ ആയിട്ട് അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷീറ്റ് മെറ്റൽ ജോയിൻസിലെ ബോത്ത് ലാബ്ഡും ഫോൾഡഡും അല്ലേ, ലാബ്ഡ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഫോൾഡഡ് ആയിക്കോട്ടെ, ഇത് രണ്ടും സിൽവർ സോൾഡറിങ് ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആണ് അല്ലേ. ഷീറ്റ് മെറ്റൽ ജോയിൻസിലെ ഈ ഒരു ലാബ്ഡും ഫോൾഡഡും ബോത്ത് ആർ സ്യൂട്ടബിൾ ഫോർ എന്നാണ് സിൽവർ സോൾഡറിങ് ആപ്ലിക്കേഷൻ. സിൽവർ സോൾഡർ ഇഫക്ട്സ് ദ യൂണിയൻ ഓഫ് ലാബ്ഡ് ജോയിൻസ് ആൻഡ് സീൽസ് ദ സീം ഓപ്പണിംഗ് ഓഫ് ദ ഇന്റർലോക്കിംഗ് ഫോൾഡഡ് ജോയിൻസ്. അപ്പം ഈ ഒരു സിൽവർ സോൾഡർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ലാബ്ഡ് ജോയിൻസിൻ്റെ യൂണിയനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഇന്റർലോക്ഡ് ആയിട്ടുള്ള ഫോൾഡഡ് ജോയിൻസിൻ്റെ സീമുകളെ സീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് സിൽവർ സോൾഡറിങ്ങിൻ്റെ ഇഫക്റ്റ് അവിടെ വരുന്നത്. ഇനി ഷീറ്റ് മെറ്റൽ ജോയിൻസ് എന്ന് പറയുന്നത് ലാബ്ഡ് ആയാലും ഫോൾഡർ ആയാലും എന്തായിരുന്നു? സിൽവർ സോൾഡറിങ് ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ലാബ് എടുത്താലും ഫോൾഡർ ജോയിൻസ് എടുത്താലും ഷീറ്റ് മെറ്റൽ സിൽവർ സോൾഡറിങ് വഴി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ സിൽവർ സോൾഡർ ഇഫക്ട് ദ യൂണിയൻ ഓഫ് ലാബ്ഡ് ജോയിൻസ് ആൻഡ് സീൽ ദ സീം ഓപ്പണിംഗ്. അപ്പോൾ സീം ഓപ്പണിങ്ങിനെ സീൽ ചെയ്യുകയും എന്തിൻ്റെ, അതായത് ഇന്റർലോക്ഡ് ആയിട്ടുള്ള ഫോൾഡഡ് ജോയിൻസിൻ്റെ സീം ഓപ്പണിങ്ങിനെ ഈ സിൽവർ സോൾഡറിങ് എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് സീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാപ്പ് വിഡ്ത്തിനെ പറ്റിയുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ ഒരു രണ്ടിനിടയ്ക്കുള്ളൊരു 2 ലാപ്പുകളുണ്ട്. അപ്പോൾ എത്ര വിഡ്ത്തിൽ ഈ ലാപ്പ് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ തിക്നെസ്സിൻ്റെ 2 to 10 ടൈംസ് ആണെന്ത് ലാപ്പ് വിഡ്ത്ത് അവിടെ വേണ്ടത്. ഇനി ഇവിടെ നമുക്ക് ഗ്യാപ്പ് ആൻഡ് ലാപ്പ് അലവൻസ് ഫോർ സോൾഡേർഡ് ലാബ് ജോയിൻ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ വരേണ്ട ഗ്യാപ്പ് 0.052 എന്നാണ്, 0.2 mm ആണ് വേണ്ടത്. അതായത് സോൾഡേർഡ് ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ. ഇനി സോൾഡേർഡ് സങ്ക് ലാപ്പ് ജോയിൻ്റ് ആണ് വരുന്നതെങ്കിൽ 0.052 0.13 mm ആണ് വേണ്ടത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സോൾഡേർഡ് ആയിട്ടുള്ള സങ്ക് ലാപ്പ്, അതായത് ഒരു സൈഡ് ഇങ്ങനെ താപ്പോട്ട് വരുന്നത്. നോർമൽ ലാപ്പാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പാണ് അവിടെ വരുന്നത്. സങ്ക് ലാപ്പാണെന്നുണ്ടെങ്കിൽ 0.052 0.13 mm ആണ് അവിടെ ആ ഒരു ലാപ്പ് വിഡ്ത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഫിഗറിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അൺഈക്വൽ തിക്നെസ് തന്നെയാണ് ഒരു വർക്ക് പീസ് എങ്കിൽ അവിടെ തിന്നറായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആയിരിക്കണം നമ്മൾ ഈ ഒരു കാൽക്കുലേഷന് വേണ്ടി ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾഡറിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറിയെല്ലാം നോക്കി ശരിക്കും നമുക്ക് അതിൻ്റെ കുറച്ച് മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാബ് വിഡ്ത്ത് ഈസ് കോമൺലി മെയ്ഡ് ഡാഷ് ടൈംസ് ദ കോമ്പണന്റ് മെറ്റൽ തിക്നെസ്. അപ്പം ലാബ് വിഡ്ത്ത്, അതായത് സോൾഡറിങ്ങിൻ്റെ സമയത്തുള്ള ലാബ് വിഡ്ത്ത് എന്ന് പറയുന്നത് കോമൺലി മെയ്ഡ് ഡാഷ് ടൈംസ് ദ കോമ്പണന്റ് മെറ്റൽ തിക്നെസ്. ഓപ്ഷൻ എ 4 to 10, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 2 to 10. 4 ഓപ്ഷൻ നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ ഓൾറെഡി പഠിച്ച ടോപ്പിക്കിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ലാബ് വിഡ്ത്ത് എന്നാണ് ചോദിക്കുക അല്ലേ. ലാബ് വിഡ്ത്തിനെ പറ്റി നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. അപ്പം അത് നമ്മളൊരു റേഞ്ചൊക്കെ പഠിച്ചായിരുന്നു. അത് എത്ര ടു എത്രയാണ്, എത്ര ടൈംസ് ഓഫ് ദ മെറ്റൽ തിക്നെസ് ആണ് പഠിച്ചത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ലാബ് വിഡ്ത്ത് ഈസ് കോമൺലി മെയ്ഡ് ഡാഷ് ടൈംസ് ദ കോമ്പണന്റ് മെറ്റൽ തിക്നെസ് ചോദിച്ചാൽ ആൻസർ ഈസ് 2 to 10 ടൈംസ് അല്ലേ. 2 to 10 ടൈംസ് ആണ് ആൻസർ. ഓക്കെ, 10 ടൈംസ് ദ കോമ്പണന്റ് മെറ്റൽ തിക്നെസ്. ഇനി തിക്കർ മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ തിന്നറിൻ്റെ ആയിരിക്കണം ഈ ഒരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂട്ടറ്റിക് അലോയ് ഓഫ് ടിൻ ലെഡ് സോൾഡർ ഈസ് എ മിക്സർ ഓഫ് അല്ലേ. യൂട്ടറ്റിക് അലോയ് നമ്മൾ നോക്കിയാണ്. യൂട്ടറ്റിക് അലോയിലെ ടിൻ ലെഡ് മിക്സർ നോക്കുമ്പോൾ ടിൻ എത്ര പെർസെൻറ്റേജ്, ലെഡ് എത്ര പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 63% ടിൻ, 37% ലെഡ്. ഓപ്ഷൻ ബി 66% ടിൻ, 34% ലെഡ്. ഓപ്ഷൻ സി 37% ടിൻ, 63% ലെഡ്. ഓപ്ഷൻ ഡി 34% ടിൻ, 66% ലെഡ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നു ഓർത്ത് നോക്കി. നമ്മൾ ആ യൂട്ടിലിറ്റിക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ടോപ്പിക്കാണ്. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണത് അല്ലേ. ആ ഒരു ടേബിളൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് അഗെയിൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ യൂട്ടറ്റിക് അലോയ് ഓഫ് ടിൻ ലെഡ് സോൾഡർ മിക്സർ എന്ന് പറയുമ്പോഴത്തേക്ക് 63% ടിന്നും
37% ലെഡുമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ടേബിൾ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു എന്താ പറയുക, ആ ഒരു ടിൻ ലെഡ് കോമ്പോസിഷൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. 63% ടിന്നും 37% ലെഡുമാണ് വരുന്നത് അല്ലേ. 63% ടിന്നും 37% ലെഡുമായിരുന്നു നമ്മുടെ യൂട്ടറ്റിക് അലോയ്. എൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 183 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതോടെ ഓർത്തിരിക്കുക. അല്ല, അലോയ് സീരീസിലെ ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഏതിനാണ്? യൂട്ടറ്റിക് അലോയ്, യൂട്ടറ്റിക് സോൾഡറിനാണ് ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ അലോയ് സീരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, സോഫ്റ്റ് സോൾഡർ ഹൂസ് മെൽറ്റിംഗ് പോയിന്റ്സ് ആർ ബിലോ ഡാഷ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹാർഡ് സോൾഡേഴ്സ് മെൽറ്റിംഗ് പോയിന്റ് ലൈസ് അബോവ് ഡാഷ് ഡിഗ്രി. അപ്പം സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെയും ഹാർഡ് സോൾഡർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലുമായിരിക്കും മെൽറ്റിംഗ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 490 ഡിഗ്രി, ഓപ്ഷൻ സി 600 ഡിഗ്രി, ഓപ്ഷൻ ഡി 450 ഡിഗ്രി. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഹാർഡ് സോൾഡർ സോഫ്റ്റ് സോൾഡറൊക്കെ ഡിസ്കസ് ചെയ്ത ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്തതാണത്. വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക അല്ലേ. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യനൊക്കെ. ഇത് പല എക്സാമുകൾക്ക് ഇത് ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണിത്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചൊക്കെ സോൾഡർ നോക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഒഴിവാക്കാറില്ല, മിക്കവാറൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ. 450 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ അത് ഹാർഡ് സോൾഡർ, ബിലോ ആണ് മെൽറ്റിംഗ് പോയിന്റ് എങ്കിൽ ദാറ്റ് ഈസ് സോഫ്റ്റ് സോൾഡർ. അപ്പോൾ സോഫ്റ്റ് സോൾഡറിനെയും ഹാർഡ് സോൾഡറിനെയും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു എന്താ പറയുക, ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഷീറ്റ് മെറ്റൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റലിൻ്റെ മൊഡ്യൂൾ 5 കുറച്ച് ടോപ്പിക്സ് നമ്മൾ നോക്കി. സോൾഡർ, സോഫ്റ്റ് സോൾഡർ, അതുപോലെ തന്നെ സോളിഡ് ജോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഈ ഒരു ഷീറ്റ് മെറ്റൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, നിങ്ങളുടെ നിലവാരം പരിശോധിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട് വിത്ത് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഷീറ്റ് മെറ്റൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മളോടൊപ്പം എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ചെയ്ത് ഫുൾ ഒരു എന്താ പറയുക പവറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരുപാട് സമയം ലേറ്റ് ആവാതെ ഉടൻ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.